ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. 18,000 രൂപ റേഞ്ചിലെ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഫോൺസാണ്. ഒന്ന് റിയൽമിയുടെ P3, പിന്നെ ഒന്ന് റീസെൻ്റായിട്ട് ഇപ്പോൾ വന്ന ഓപ്പോയുടെ K13 5G എന്ന ഫോണാണ്. ഈ രണ്ട് ഫോണിൻ്റെയും ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻസും ഒക്കെയാണ് വരുന്നത്. അപ്പം ഇതിലേത് വാങ്ങണം എന്നുള്ളത് ഒരു വലിയൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ്സും വരാറുണ്ട് ഇതിലേത് വാങ്ങണം, ഏതാണ് ബെസ്റ്റ് എന്ന്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും 100% യൂസ്ഫുൾ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് രണ്ട് ഫോണിൻ്റെയും പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ രണ്ട് ഫോണിൻ്റെയും 8GB 128GB വേരിയൻ്റെ പ്രൈസ് 17,999 ആയിട്ടാണ് വരുന്നത്. സെയിം പ്രൈസിലാണ് വരുന്നത്. ഇപ്പം റിയൽമി ആണെങ്കിൽ അതിനൊരു ബേസ് മോഡൽ വരുന്നുണ്ട്, 6GB റാം വേരിയൻ്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1000 രൂപ കുറഞ്ഞ് കിട്ടും. ഓപ്പോക്ക് ആ ഒരു ബേസ് മോഡൽ വരുന്നില്ല. ഇതാണ് ഓപ്പോയുടെ ബേസ് മോഡൽ. സെയിം പ്രൈസും സെയിം വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. കാണാൻ കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റിയൽമി P3 ഡിസൈനാണ്. കാണാൻ കുറച്ചും കൂടെ നല്ല രസമൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസിൽ എടുക്കുക ആ കാര്യം എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്ക് റിയൽമി P3 ആണ് കുറച്ചും കൂടെ കാണാൻ ഒരു രസമായിട്ട് തോന്നിയത്. റിയൽമി P3 ആണ്. രണ്ടിൻ്റെയും വെയിറ്റ് ആൻഡ് തിക്നെസ് ആണെങ്കിൽ റിയൽമി P3 194 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, 8mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. ഇനി ഓപ്പോ ആണെങ്കിൽ 208 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, 8.4mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. വലിയൊരു വ്യത്യാസമില്ല, എന്നാലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊന്നും വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. റിയൽമി P3 ആണെങ്കിൽ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. ഓപ്പോ K13 ആണെങ്കിൽ IP65 റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതൊരു വലിയൊരു വ്യത്യാസം തന്നെയാണ് ഈ രണ്ട് ഫോണിലും IP റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. ബാക്കി എല്ലാ രീതി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഒരു IP റേറ്റിംഗ് മാത്രമാണ് ഒരു വലിയൊരു വ്യത്യാസമായിട്ട് വരുന്നത്. സോ അതാണ് ഈ ഫോണിൻ്റെ ഡിസൈനും ബിൽഡിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. ഇനി ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ റിയൽമി P3യിലാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120Hz ഒരു ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ആ ഒരു ഫോണിന് വരുന്നത്. ഇനി ഓപ്പോയുടെ K13 ആണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120Hz ഒരു ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ് ഓപ്പോയുടെ K13 വരുന്നത്. രണ്ടിനും സെയിം ഡിസ്പ്ലേ സെറ്റപ്പാണ്, ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ റിയൽമി P3യിലാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഓപ്പോയിൽ ഏതാണെന്ന് അവർ മെൻഷൻ ചെയ്യുന്നില്ല. മിക്കവാറും ഉണ്ടാവാൻ വലിയ ചാൻസ് ഇല്ല, അതുകൊണ്ടായിരിക്കും ഒരു മെൻഷൻ ചെയ്യാത്ത. അപ്പോൾ പ്രൊട്ടക്ഷൻ കുറച്ചും കൂടിയ പ്രൊട്ടക്ഷൻ നമുക്ക് റിയൽമി P3യിൽ വരുന്നുണ്ട്. എല്ലാത്ത രീതിയിൽ രണ്ടും നല്ല ഡിസ്പ്ലേ ആണ്. അങ്ങനെ വലിയൊരു ഇഷ്യൂസ് ഒന്നും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാനേ ഇല്ല. ഇനി ക്യാമറ ആണെങ്കിൽ രണ്ട് ഫോണിനും 50MP പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 2MP ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 16MP സെൽഫി ക്യാമറ രണ്ട് ഫോണിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ രണ്ട് ഫോണിനും 4K 13fps ഉള്ള വീഡിയോസും റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയിലാണെങ്കിൽ ഫുൾ HD 13fps ഉള്ള വീഡിയോസും രണ്ട് ഫോണിനും സെയിം ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. ക്യാമറ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫോണിൻ്റെയും ക്യാമറ നോക്കിയ സമയത്ത് രണ്ടും അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഒന്നിന് ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് വീഡിയോസാണോ എന്ന് ഞാൻ പറയുന്നില്ല. രണ്ടും അത്യാവശ്യം നൈസായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു ക്യാമറ റിവ്യൂ രണ്ടിൻ്റെയും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പറയുന്നില്ല. അങ്ങനെയാണ് ക്യാമറ, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടപ്പെട്ട കളേഴ്സും ആ രീതിയിലുള്ള ഫോട്ടോസ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്യാമറ കമ്പാരിസൺ പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. അപ്പം അതാണ് ക്യാമറയെ പറ്റി പറയാനുള്ളത്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ രണ്ട് ഫോണിലും വരുന്നത് Qualcomm Snapdragonൻ്റെ 6 Gen 4 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. രണ്ടും സെയിം ചിപ്സെറ്റാണ് വരുന്നത്. ആൻഡ് സ്കോർ വൈസ് പറയുകയാണെങ്കിൽ റിയൽമി P3യിൽ ഓൾമോസ്റ്റ് 7.5 lakh ആ റേഞ്ച് കിട്ടുന്നുണ്ട്. ഓപ്പോയുടെ K13ലാണെങ്കിലും ഓൾമോസ്റ്റ് ആ റേഞ്ച് ഒരു 8 lakhൻ്റെ അടുത്തൊക്കെയാണ് ഓപ്പോ K13ലും വരുന്നത്. ഇനി ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BGMI പോലുള്ള ഗെയിംസൊക്കെ തന്നെ റിയൽമി P3യിലാണെങ്കിൽ നിങ്ങൾക്ക് 90fps സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്പോയിൽ 60fps മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഗെയിമിങ്ങിനാണ് നിങ്ങൾ മെയിൻ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ റിയൽമി P3 ആണ് അതിന് പറ്റുക. കാരണം കുറച്ചും കൂടെ ഗെയിമിംഗ് ഒപ്റ്റിമൈസേഷൻ ആ ഫോൺ ചെയ്തിട്ടുണ്ട്. ഓപ്പോ അങ്ങനെയല്ല. അത് ആ രീതി നോക്കുക. ഗെയിമിങ്ങിനാണ് നിങ്ങൾക്ക് മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിലും
റിയൽമി P3 ആണ് കുറച്ചും കൂടെ ബെറ്റർ. രണ്ടിൻ്റെയും റാം ആൻഡ് സ്റ്റോറേജ് ആണെങ്കിൽ രണ്ടും LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് ആണ് രണ്ട് ഫോണിന് വരുന്നത്. അതിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് രണ്ട് ഫോൺ വരുന്നത്. 2+3 ഇയേഴ്സ് വരെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്നുണ്ട്. റിയൽമിയിലാണെങ്കിൽ റിയൽമി UI ആണ്, ഓപ്പോയിലാണെങ്കിൽ അവിടെ കളർ OS ആയിട്ടാണ് വരുന്നത്. രണ്ടും അത്യാവശ്യം നല്ല UI ആണ്, അത്യാവശ്യം ഫാസ്റ്റാണ്. വലിയൊരു ഇഷ്യൂസ് ഒന്നും ആ കാര്യത്തിൽ പറയാനേ ഇല്ല. ഇനി ബാറ്ററി ആണെങ്കിൽ റിയൽമി P3 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് കിട്ടുന്നുമുണ്ട്. ഇനി ഓപ്പോയിലാണെങ്കിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി ആൻഡ് ബെറ്റർ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഓപ്പോ ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ രണ്ട് ഫോണും NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ തന്നെ രണ്ട് ഫോണിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഏത് ഫോൺ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ റിയൽമി P3 എടുത്തോ. എല്ലാത്ത രീതിയിൽ ഓപ്പോ K13 ആണ് കുറച്ചും കൂടെ നല്ല ഫോൺ. ബെറ്റർ ബാറ്ററി ഫാസ്റ്റ് ഒക്കെ തന്നെ ആ ഫോണിൽ കിട്ടുന്നുണ്ട്. ഇത് രണ്ട് ഫോണിനും എല്ലാം കോമൺ ആണ്. അതായത് ഇപ്പം ഡിസ്പ്ലേ ആണെങ്കിൽ രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ട്. പെർഫോമൻസും നോർമൽ പെർഫോമൻസും രണ്ടും സെയിം ആണ്. ഗെയിമിങ്ങിന് കുറച്ചും കൂടി നല്ല ഒപ്റ്റിമൈസേഷൻ റിയൽമിയിൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നീട് ക്യാമറയും സെയിം ആയിട്ട് വരുന്നുണ്ട്. ബാറ്ററി കാര്യത്തിലും വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഏതാണ് റിയൽമി P3 എടുത്തോ. എല്ലാത്ത രീതിയിൽ അങ്ങനെ വലിയ ഗെയിമിംഗ് കളിക്കാറില്ല. എനിക്ക് ബാക്കിയുള്ള എല്ലാ കാര്യം നല്ല ബാറ്ററി നല്ല പെർഫോമൻസ് അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ K13 ആണ് കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോൺ. രണ്ട് ഫോണിൻ്റെയും ഫുൾ റിവ്യൂസൊക്കെ പോയിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങാം കേട്ടോ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം സൈനിങ് ഓഫ്. ബൈ.